വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Fashion ranging from rupees 19 to rupees 999. Atlas Fashion, now at Minerva Padi, Nilambur. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. Poppies Baby Skin Safe Dresses. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ മേഖലയിൽ ഗൃഹ സന്ദർശനം നടത്തി. സീറ്റ് വിഭജനത്തെക്കുറിച്ചോ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളോ ഇടതുമുന്നണിയിൽ ആരംഭിച്ചിട്ടില്ലെന്ന് M സ്വരാജ്. വിൽപ്പനയ്ക്കായി MDMA കൈവശം വെച്ച യുവാവ് അറസ്റ്റിൽ. മമ്പാട് സ്വദേശിയെയാണ് നിലമ്പൂർ അരുവാക്കോടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. അമരമ്പലം പഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് കുടിവെള്ള ടാങ്കുകൾ വിതരണം ചെയ്തു. ആദ്യഘട്ട വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്കാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ. പരമാവധി അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇടത് വലത് BJP ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവും മറ്റ് ചർച്ചകളും ഒക്കെ വരും മാസങ്ങളിലേക്കാണ് നടക്കുന്നതെങ്കിൽ പോലും താഴെ തട്ടിൽ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ മുന്നണികളെല്ലാം ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേറ്റ ഒരു പരാജയം മറികടക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഗൃഹ സന്ദർശനങ്ങളുമായാണ് ഇടതുപക്ഷത്തിന്റെ സജീവമായ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന നേതാക്കൾ തന്നെയാണ് ഓരോ മേഖലകളിലും ഇങ്ങനെ വീടുകൾ കയറി സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും ഭരണം തുടരേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ കൃത്യമായി വിശദീകരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇന്ന് വണ്ടൂർ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഗൃഹ സന്ദർശനങ്ങൾ നടത്തുകയുണ്ടായി. വണ്ടൂർ തച്ചുണ്ണി മേഖലയിലെ വീടുകളിലാണ് ഇന്ന് M സ്വരാജ് നേരിട്ടെത്തി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചും മൂന്നാമതും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളുമായി വീട്ടുകാരുമായി സംവദിച്ചത്. പ്രദേശത്തെ 25ഓളം വീടുകളിൽ അദ്ദേഹം നേരിട്ടെത്തി ജനങ്ങളുമായി സംവദിച്ചു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും ഭാവിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം ചോദിച്ചറിഞ്ഞു. സ്വരാജിനൊപ്പം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീന രാജൻ, ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, C ജയപ്രകാശ്, വണ്ടൂർ ലോക്കൽ സെക്രട്ടറി അരുൺ കാപ്പിൽ, പഞ്ചായത്ത് അംഗം T ഉമ്മർകുട്ടി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇടയ്ക്കിങ്ങനെ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ അല്ലെങ്കിൽ പ്രത്യേക ക്യാമ്പയിനുകളില്ലാതെ തന്നെ വീടുകൾ സന്ദർശിക്കുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി CPIM-നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 2 മാസം കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടല്ല ഈ സന്ദർശനം. ഇത് ഞങ്ങളുടെ ജനങ്ങളിൽ നിന്നും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനും പഠിക്കാനും എന്തെങ്കിലും തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തൽ വരുത്താനും ഒക്കെ ഉള്ളൊരു പ്രത്യേക ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് മാത്രമാണ്.
രണ്ടാമത് നിങ്ങളുടെ ചോദ്യം ജില്ലയിലെ പ്രതീക്ഷകളെ കുറിച്ചാണ്. ജില്ലയിലെന്നല്ല, സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ 5 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ്റുകൾ മാറുന്ന ഒരു നിലയാണ് കേരളത്തിന് മുൻപുണ്ടായിരുന്നത്. 2021 അത് മാറി. കഴിഞ്ഞൊരു 10 വർഷം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവരും ആ മാറ്റങ്ങൾ സ്വീകരിക്കുന്നവരാണ്, അത് അംഗീകരിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല, പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കിട്ടുന്നുണ്ട്, മുൻപ് പരീക്ഷാകാലത്തും കിട്ടിയിരുന്നില്ല. പൊതുമേഖലാ വ്യവസായങ്ങൾ ലാഭത്തിലായി വരുന്നു. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ ഒന്നാമതെത്തുന്നു. 5 ലക്ഷത്തോളം പേർ വീടില്ലാത്തവർക്ക് ഇപ്പോൾ വീട് ലൈഫിൽ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങൾ, ക്ഷേമ പെൻഷനുകൾ, ഇതെല്ലാം വന്നു. അപ്പോൾ അതെല്ലാം ശക്തിപ്പെടണം, കൂടുതൽ മെച്ചപ്പെടണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുക രാഷ്ട്രീയത്തിന് അതീതമായി. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനം ഒട്ടാകെ തന്നെ ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തു പകരുന്നൊരു വിധി ഉണ്ടാവും അടുത്ത തെരഞ്ഞെടുപ്പിലെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ എന്തായാലും ഇങ്ങനെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് തന്നെ നേരിട്ടിറങ്ങി നമ്മുടെ മേഖലയിലെയൊക്കെ വീടുകളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുകയാണ്. ഒരു തുടർ ഭരണം ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു മുന്നൊരുക്ക പ്രവർത്തനമായിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥി നിർണയവും അനുബന്ധ ചർച്ചകളും ഒക്കെ ആരംഭിച്ചോ എന്ന ഒരു ചർച്ച കൂടി ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷം നിലവിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളോ സീറ്റ് വിഭജന ചർച്ചകളോ ആരംഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ നേതാക്കളോ പ്രവർത്തകരോ പാർലമെന്ററി അധികാരമോഹികളല്ലെന്നും അധികാരം ലഭിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി പ്രവർത്തിച്ച് കഴിവ് തെളിയിക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷത്തിൻ്റെതെന്നും M സ്വരാജ് വണ്ടൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മുടെ ഒരു പ്രശ്നം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും പാർലമെന്ററി ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നതുമാണ് പ്രധാനമെന്നൊരു തോന്നൽ പൊതുവെ ആളുകളുടെ മനസ്സിലുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഞങ്ങൾ ഒട്ടേറെ സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒന്ന് മാത്രമാണ് തെരഞ്ഞെടുപ്പ്. അത് ജനങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ളൊരു അവസരമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം ഞങ്ങൾ കൊടുക്കാറില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾക്ക് മറ്റു ബൂർഷ്വാ പാർട്ടികൾ കൊടുക്കുന്ന പ്രാധാന്യമല്ല CPM കൊടുക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ ജയിച്ചു വരാറുണ്ട്. അപ്പോൾ ആ അധികാരം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചോ സീറ്റ് വിഭജനത്തെക്കുറിച്ചോ ഒന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇത് MDMA അടക്കമുള്ള മയക്കുമരുന്നുകളുടെ ഒരു കാലമാണ്. വ്യാപകമായി നമ്മുടെ മേഖലകളിലൊക്കെ മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിപണനവും ഒക്കെ നടക്കുന്നുണ്ട്. പ്രധാനമായും യുവാക്കളെ ആകർഷിച്ചുകൊണ്ടാണ് ഇത്തരം മയക്കുമരുന്ന് വിൽപ്പന സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇന്ന് നിലമ്പൂർ പോലീസ് ഒരു മയക്കുമരുന്ന് വിപണനക്കാരനെ പിടികൂടി. മമ്പാട് സ്വദേശിയാണ് പിടിയിലായത്. MDMA-യുമായാണ് ഇയാൾ പിടിയിലാകുന്നത്. നിലമ്പൂർ അരുവാക്കോട് വെച്ചാണ് യുവാവിനെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. MDMA-യുമായി മമ്പാട് സ്വദേശിയെ നിലമ്പൂർ പോലീസ് പിടികൂടി. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 4 ഗ്രാം MDMA-യുമായാണ് മമ്പാട് നടുവക്കാട് സ്വദേശി ആലിപ്പള്ളി അഫ്സലിനെ ഡാൻസ് ഓഫ് SI ജസ്റ്റിൻ KR അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ DYSP സജു K എബ്രഹാമിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ അരുവാക്കോട് നിന്നുമാണ് പ്രതി പിടിയിലാകുന്നത്. ഗ്രാമിന് 3500 രൂപ നിരക്കിലാണ് MDMA വിൽപ്പന നടത്തി വന്നിരുന്നത്. വിൽപ്പനയ്ക്കും സംഘം ചേർന്ന് ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് മയക്കുമരുന്ന് കൈവശം വെച്ചതെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. പ്രതിക്ക് MDMA ലഭിച്ച ഉറവിടത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബലാത്സംഗം, കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് അഫ്സൽ എന്ന് പോലീസ് പറഞ്ഞു. ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, T നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മാതൃഭൂമി ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ നഗരസഭയുമായി ചേർന്ന് നാട്ടുകൂട്ടം എന്ന പേരിൽ വികസന ചർച്ച നടത്തി. അടുത്ത 5 വർഷക്കാലം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനവും ഏകോപനവും നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെയാണ് നാട്ടുകൂട്ടം എന്ന ഈ ഒരു സമഗ്രമായ വികസന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. നഗരസഭാ ഭരണസമിതി അംഗങ്ങൾക്ക് പുറമെ നിലമ്പൂരിന്റെ വിവിധ മേഖലകളിലെ സംഘടനാ പ്രതിനിധികളും നഗരസഭാ ഹാളിൽ നടന്ന ചർച്ചയിൽ സജീവമായി പങ്കെടുത്തു. യോഗത്തിൽ മാതൃഭൂമി ലേഖകൻ സുരേഷ് മോഹൻ വിഷയാവതരണം നടത്തി. സമയബന്ധിതമായും നീതിയുക്തമായും സുതാര്യമായും നഗരസഭയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് മികച്ച പ്രവർത്തനങ്ങൾ നടത്തി നിലമ്പൂരിനെ വികസിത നഗരസഭയാക്കി മാറ്റുവാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തുമെന്ന് നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ് പറഞ്ഞു.
പാവങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും നിലമ്പൂർ നഗരസഭ നടത്തുകയെന്ന് ഉപാധ്യക്ഷൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ തുടങ്ങുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും വിവിധ സ്ഥലങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്തഫ കളത്തുംപടിക്കൽ അഭിപ്രായപ്പെട്ടു. നിലമ്പൂർ നഗരസഭയിലെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതിനോടൊപ്പം മികച്ച കൃഷി സംസ്കാരം ഉണ്ടാക്കുവാനും ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുവാനും ശ്രമിക്കുമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷ മുംതാസ് ബാബു പറഞ്ഞു. ദുർബലർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങിയവർക്കുള്ള പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷ മേരീസ് ഷിബു പറഞ്ഞു. റോഡുകളുടെ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കി ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് പാത്തിപ്പാറ പറഞ്ഞു. നിലമ്പൂർ വികസന സമിതിയുടെ പ്രതിനിധിയായി സംസാരിച്ച RK മലയത്ത് നിലമ്പൂരിന്റെ വിഷൻ സംബന്ധിച്ച് തയ്യാറാക്കിയ വികസന രേഖയുടെ കോപ്പി നഗരസഭാ അധ്യക്ഷയ്ക്കും മാതൃഭൂമി പ്രതിനിധിക്കും നൽകി. എല്ലാവിധ വികസന പ്രവർത്തനങ്ങളിലും ഒന്നിച്ചു നിൽക്കാമെന്ന ഉറപ്പ് നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി അഷറഫ് സമിതി തയ്യാറാക്കിയ വികസന രേഖ മാതൃഭൂമി പ്രതിനിധിക്ക് നൽകി. കൃത്യമായ ആസൂത്രണത്തോടെ ആയിരിക്കണം നഗരസഭയിലെ ഓരോ പ്രവർത്തനങ്ങളും നടപ്പിലാക്കേണ്ടതെന്നും മെയിൻ്റനൻസിന് അലംഭാവം വിചാരിക്കരുതെന്നും ലയൺസ് ക്ലബ്ബ് പ്രതിനിധി ജോഷുവ കോശി ആവശ്യപ്പെട്ടു. ചെറുകിട വ്യവസായ മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകണമെന്നും ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് വ്യവസായമെന്നും വിൻസെന്റ് എ ഗോൺസാഗ അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിന് വികസനത്തിന്റെ വാതിലുകൾ തുറന്നിടുന്നതാണ് ടൂറിസമെന്നും ടൂറിസം വികസനത്തിനായിരിക്കണം മുന്തിയ പരിഗണന നൽകേണ്ടതെന്നും മുജീബ് ദേവിശ്ശേരി പറഞ്ഞു. അധ്യാപകൻ VM മഹേഷ്, JCI പ്രതിനിധി ചിത്ര, മാനവേദൻ സ്കൂൾ SMC പ്രസിഡന്റ് മുഹമ്മദ് കോയ, KRC നിലമ്പൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഉമ്മർ നെയ്വാതിൽക്കൽ, നിലമ്പൂരിയൻസ് വാട്സപ്പ് കൂട്ടായ്മ പ്രതിനിധികളായ MT റിയാസ്, ഹിദായത്ത് ചുള്ളിയിൽ എന്നിവരും സജീവമായ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്യാനാകുമെന്ന കാര്യത്തിൽ നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് വിശദീകരണം നൽകി. സജിത്ത് V പൂക്കോട്ടുംപാടം നന്ദി പറഞ്ഞു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് കുടിവെള്ള ടാങ്ക് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,35,000 രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. നിർവഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് സെക്രട്ടറി B ശിവദാസൻ പദ്ധതി വിശദീകരണം നടത്തി. 145ഓളം ടാങ്കുകൾ ആണ് വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടമായി 45ഓളം ടാങ്കുകളാണ് വിതരണം ചെയ്തത്. ജനുവരി 31-നുള്ളിൽ മുഴുവൻ പേർക്കും കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. 25% ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടുത്തിയാണ് ടാങ്കുകൾ നൽകുന്നത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികജാതിക്കുള്ള കുടിവെള്ള ടാങ്കിൻ്റെ വിതരണത്തിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം 3,250 രൂപയുടെ 500 ലിറ്റർ വരുന്ന ടാങ്ക് 25% ഗുണഭോക്തൃ വിഹിതമാണ് നമ്മൾ ഈടാക്കുന്നത്. 145 അപേക്ഷ മൊത്തം വന്നിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടം പണം അടച്ച 45 ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ ഇന്ന് ആദ്യഘട്ടത്തിൽ ഈ ഒരു ടാങ്ക് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇനി നമ്മുടെ ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് ജനുവരി 30-നുള്ളിൽ തന്നെ ഈ പദ്ധതി മുഴുവനായിട്ട് പൂർത്തീകരിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വാർഡിലെ ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. അതിപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. വണ്ടൂർ പഞ്ചായത്തിലെ വാർഡംഗം E മുഹമ്മദ് കുഞ്ഞി എന്ന മെമ്പർ. നടവഴിയായ റോഡ് ഇപ്പോൾ വാഹന ഗതാഗതത്തിനുള്ള സൗകര്യം ഒരുക്കിയാണ് ഇപ്പോൾ മെമ്പർ ഈ ഒരു പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. വണ്ടൂർ പഴയ ചന്തക്കുന്ന് റോഡിന്റെ വീതിയാണ് വാർഡ് മെമ്പർ ഇടപെട്ട് വർദ്ധിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ മെമ്പർ ജയിച്ചതോടുകൂടി ഈ ഒരു വാഗ്ദാനം നടപ്പിലാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെ റോഡിന്റെ വീതി കുറവ് എന്ന പരാതിക്കാണ് മെമ്പറായി തെരഞ്ഞെടുത്തതിനു ശേഷം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ E മുഹമ്മദ് കുഞ്ഞി പരിഹാരം കണ്ടത്. ഇടുങ്ങിയ വഴിയിലൂടെ വലിയ കാറുകളൊന്നും തന്നെ സഞ്ചരിച്ചിരുന്നില്ല. ഇത് കാരണം റോഡിന് ഇരുവശങ്ങളിലുമുള്ള വീട്ടുകാർ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു. തുടർന്ന് മുഹമ്മദ് കുഞ്ഞി സഹോദരങ്ങളായ ചോലയ്ക്കൽ നൌഷാദിനെയും കോയയെയും കണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഇരുവരും സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള മതിൽ ആദ്യം പൊളിച്ചുമാറ്റി. പദ്ധതിക്ക് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തുവാൻ കഴിയാത്തതിനാൽ വാർഡിലെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ധനസമാഹരണം നടത്തി. തുടർന്ന് അല്പം മാറി ഉള്ളിലേക്ക് പുതിയ മതിൽ നിർമ്മിച്ചതോടെ വലിയ കാറുകൾക്കടക്കം സഞ്ചരിക്കാവുന്ന സ്ഥിതിയിലായി. 30,000 രൂപ ചിലവിലാണ് പുതിയ മതിൽ നിർമ്മിച്ചത്. 6 അടിയോളം വീതിയുള്ള റോഡ് നിലവിൽ 9 അടിയായാണ് വർദ്ധിപ്പിച്ചത്.
ഇത് നിലമ്പൂര് റോഡിൽ നിന്നും ചന്തകുന്നിലേക്ക് പോകുന്നൊരു ബൈപ്പാസ് റോഡാണ്. അപ്പോൾ ഈ റോഡിന് വലിയ വാഹനങ്ങൾ റോഡിലൂടെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇനോവ പോലെയുള്ള വലിയ വാഹനങ്ങൾ പോകാൻ കഴിയില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു മതിലായിരുന്നു. ഈ മതിലുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ സമയത്ത് ഞാൻ മത്സരിക്കുന്ന സമയത്ത് നാട്ടുകാർ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഈ മതിലാണ് ഇവിടെ തടസ്സം. അപ്പൊ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, മതിലാണ്. അപ്പൊ ആ ഓണറോട് സംസാരിച്ച് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ, മെമ്പർ ആകുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കണം, ഞങ്ങൾക്ക് ഈ മതിലൊന്ന് കുറച്ച് മാറ്റി പണിതാല് വലിയ വാഹനങ്ങളൊക്കെ പോകാൻ കഴിയും, വലിയ ഉപകാരം ആയിരിക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞാൻ ജയിച്ചു. ആ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം എന്ന നിലക്ക് ഇതിന്റെ ഓണറോട് സംസാരിക്കുകയും, ഓണർ എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് തന്നെയാണ്, സോലക്കൽ നൌഷാദ് എന്ന് പറയും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബ്രദർ കോയ. ഇവര് രണ്ടുപേരോട് ഞാൻ സംസാരിക്കുകയും അവര് വളരെ നല്ല മനസ്സോടുകൂടി അത് സ്വീകരിക്കുകയും ഈ നാട്ടുകാർക്ക് വളരെ ഉപകാരമാണ്, പക്ഷെ നമ്മള് ആ മതിൽ പൊളിക്കുമ്പോൾ അത് കെട്ടിക്കൊടുക്കണം എന്ന് അവരൊന്ന് പറഞ്ഞു. അതൊരു മാന്യമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങള് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മളെ ഈ വാർഡിന്റെ ഗ്രൂപ്പിൽ ഇതിടുകയും എല്ലാവരും കൂടി വളരെയധികം നല്ല മനസ്സോടുകൂടി സഹായിച്ചു. അപ്പോ അതിന് 100 രൂപ മുതൽ അങ്ങോട്ട് 1000 രൂപ വരെ തന്ന ആളുകളുണ്ട്. ഏതായാലും 10-30,000 രൂപ ഞങ്ങൾ പിരിച്ചു. ഒരു 31-32 രൂപ ഇതിന് വന്നു. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. 26-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായമ്പക. 27-ാം തീയതി രാവിലെ 8 മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 5 മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം. ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം. 7 മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരക്കളി. തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്തനൃത്യങ്ങൾ. 28-ാം തീയതി വൈകുന്നേരം 6:30 സർപ്പബലി. 7 മണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി. തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ്. 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം. 11 മണിക്ക് പ്രസാദവൂട്ട്. 11:30 ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാതി PV നിലമ്പൂർ. തുടർന്ന് KV ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. തുടർന്ന് നാദാർച്ചന ഭജൻ സുരുക്കുന്ന ഭക്തിഗാന സുധ. 2:30 ഫറോക്ക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം. വൈകുന്നേരം 4 മണിക്ക് പാണ്ടിമേളം, കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം. പാണ്ടിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ. മേളപ്രമാണിയായി 51-ൽ പരം വാദ്യകലാകാരന്മാർ. രാത്രി 9 മണിക്ക് ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തി പുരസരം സ്വാഗതം ചെയ്യുന്നു. ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. കുറഞ്ഞ നിരക്കിൽ ആവശ്യ മരുന്നുകളോടെ നീതി മെഡിക്കൽസ്. നൂതന സാങ്കേതിക വിദ്യയിലൂടെ വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ കൃത്യമായ റിസൾട്ടുമായി നീതി മെഡിക്കൽ ലാബ്. വിത്ത് മുതൽ കൊയ്ത്തു വരെ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും ലഭ്യമാക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ്. അഗ്രിമാർട്ട് കർഷക സേവന കേന്ദ്രം. അഗ്രിമാർട്ടിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് കാർഷിക യന്ത്രങ്ങൾക്ക് 30% വരെ വിലക്കുറവ്. അതും തവണ വ്യവസ്ഥയിൽ. താലൂക്കിലെ മുഴുവൻ കർഷകർക്കും വായ്പാ സൗകര്യം. കാർഷിക യന്ത്രങ്ങൾ സർവീസ് ചെയ്യുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അഗ്രി വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്.
വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. വർദ്ധിച്ചു വരുന്ന കറന്റ് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി KM സോളാർ വേൾഡിൽ പരിഹാരമുണ്ട്. 8 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും 3 കിലോവാട്ട് മുതൽ 100 കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള KM സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിവ് ഫാസ്റ്റ്, ലിവ് ഗാർഡ്, അദാനി, ലൂമിനസ്, വി ഗാർഡ്, വാരി എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, ബൈഫേഷ്യൽ ടോപ്കോൺ എന്നീ പാനലുകളും ലഭ്യമാണ്. MNRE, KSCB എന്നിവയുടെ അപ്രൂവലുള്ള KM സോളാർ വേൾഡിൽ സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവെർട്ടറും ബാറ്ററിയും ലിഥിയം ബാറ്ററി എന്നിവയും KM സോളാറിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. KM സോളാർ വേൾഡ്, കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. Poppies Baby Skin Safe Dresses. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. You were right, you were right, you were right. You were right, you were right, you were right. Don't wanna fight, fight, fight. Cause you were right, right, right. Fashion ranging from rupees 19 to rupees 999. Atlas Fashion, now at Minerva Padi, Nilambur. വാർത്തകൾ തുടരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വഴിക്കടവ് മുണ്ടപ്പൊട്ടി മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ സ്വലാത്ത് വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനവും ഈ മാസം 24-ന് ശനിയാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു.
പ്രഭാഷകൻ ഇ ഹംസ സാഹിബ് മേലാറ്റൂർ, മൗലാന ത്വൽഹത്ത് വഹബി ചേരാപുരം എന്നിവർ പങ്കെടുക്കുമെന്ന് സി ഹംസ വഖഫി, ദിൽഷാദ് വഖഫി, മുസ്തഫ വഖഫി എന്നിവർ 1TV-യോട് പറഞ്ഞു. മുണ്ടപ്പൊട്ടി മുനവ്വിറുൽ ഇസ്ലാം സംഘം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ജനുവരി 24 ശനിയാഴ്ച 2ാം സ്വലാത്ത് വാർഷിക ആത്മീയാഘോഷ പരിപാടികൾ നടത്തുകയാണ്. അന്ന് ഉച്ചയ്ക്കു ശേഷം 2 മണിക്ക് നടക്കുന്ന നൂറുൽ ഹുദ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ മീറ്റിംഗിൽ പ്രശസ്ത പ്രഭാഷകൻ സി ഹംസ സാഹിബ് പ്രഭാഷണം നടത്തും. വൈകുന്നേരം നടക്കുന്ന സ്വലാത്ത് ആത്മീയ ദുആ മജ്ലിസിന് ബഹുമാന്യനായ ഖാദി ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദ് അവറുകൾ നേതൃത്വം നൽകും. പൊതുസമ്മേളനം മരുത റഹ്മാനിയ അറബിക് കോളേജ് പ്രിൻസിപ്പൽ AN സിറാജുദ്ദീൻ മൗലവി വീരമംഗലം ഉദ്ഘാടനം ചെയ്യും. ത്വൽഹത്ത് വഹബി ചേരാപുരം മുഖ്യ പ്രഭാഷണം നടത്തും. 75ാം ആണ്ടിലേക്ക് പ്രവേശിക്കുന്ന പോരൂർ UCNNM AUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ പോരൂർ ഫെസ്റ്റോ അറ്റ് 75 എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു. ഈ മാസം 23, 24, 25 തീയതികളിലാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം താളിയങ്കുണ്ട് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. തായമ്പക വിദ്വാൻ പോരൂർ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന ചെണ്ടമേളം, ചുങ്കത്ര MPMHSS സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഞ്ചവാദ്യം, CPK നാസിക് ഡോൾ, വിവിധ ഇനം നൃത്ത സാംസ്കാരിക കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയുള്ള വിളംബര ഘോഷയാത്ര താളിയങ്കുണ്ട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കാരപ്പുറം വഴി സ്കൂളിലേക്ക് എത്തിച്ചേരും. വൈകുന്നേരം 6:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സിനിമാ താരം ഇർഷാദ് അലി ഉദ്ഘാടനം ചെയ്യും. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ NP വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ വെച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടക്കും. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സ്കൂൾ മാനേജർ, AEO, BPC മുതലായ ഉദ്യോഗസ്ഥർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. രാത്രി നടക്കുന്ന കലാപരിപാടിയിൽ വിനോദ് കോവൂരും സംഘവും അവതരിപ്പിക്കുന്ന സോങ് വിത്ത് സുലൈമാനി എന്ന കലാവിരുന്നും അരങ്ങേറും. 2ാം ദിനം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന എഡ്യൂക്കേഷണൽ കോൺക്ലേവ് മുൻ MLA അഡ്വക്കേറ്റ് KNA ഖാദർ ഉദ്ഘാടനം ചെയ്യും. 11 മണിക്ക് നടക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്യും. പഴയകാല അധ്യാപകർക്കും PTA പ്രസിഡന്റുമാർക്കുമുള്ള ആദരവും നടക്കും. തുടർന്ന് സമീപത്തെ അംഗൻവാടി കുരുന്നുകളുടെ കലാപരിപാടികൾ, പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, മാതൃലയം അമ്മമാരുടെ കലാവിരുന്ന്, പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, പട്ടുറുമാൽ ഫെയിം സംഗീത സന്ധ്യ, വൈകുന്നേരം സരിഗമപ താരം ഫെയിം വിത്ത് ദേവദത്ത് നയിക്കുന്ന സംഗീത സന്ധ്യ എന്നിവ അരങ്ങേറും. സമാപന ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്ററും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ UC നാരായണൻ, PTA പ്രസിഡന്റ് P ജംഷി, MTA പ്രസിഡന്റ് VM സർതാജ, വൈസ് ചെയർമാൻ അലവിക്കുട്ടി മാസ്റ്റർ, P അൻവർ എന്നിവർ പങ്കെടുത്തു. സാമൂഹിക സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിനായി നൽകി വരുന്ന ഡോക്ടർ അബ്ദുൽ കരീം മെമ്മോറിയൽ 5ാമത് സാമൂഹിക പ്രതിബദ്ധത അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്തു. വണ്ടൂർ TK ഗാർഡൻ ഓഡിറ്റോറിയത്തിലാണ് ഈ ഒരു പരിപാടി നടന്നത്. വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവരെ കുടുംബം തെരഞ്ഞെടുക്കുന്നത് നാടിന് മാതൃകയായ ആൾക്കാരെ നോക്കിയിട്ടാണ്. അതിൽ പാലിറ്റീവിൻ്റെ വളണ്ടിയറും നേഴ്സുമായ ബിൻസി തെരഞ്ഞെടുത്തത് ഏറ്റവും അർഹതപ്പെട്ടതാണ്. അതുമാതിരി എൻ്റെ കുടുംബങ്ങളായ ഹരിതകർമ്മ സേനകളെ ആദരിക്കുക എന്ന് പറഞ്ഞത് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു നട്ടെല്ലാണ് എൻ്റെ കുടുംബാംഗങ്ങൾ. ആ കുടുംബാംഗങ്ങൾക്ക് ഇതിൽ വിളിച്ചിങ്ങനെ ഒരു അനുമോദനം അവർ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വളരെയധികം ഒരു സന്തോഷമാണ് തോന്നിയത്. സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് PV ബിൻസി, വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന എന്നിവരാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾക്ക് അർഹരായത്.
ആരോഗ്യ പരിസ്ഥിതി മേഖലകളിൽ ഇവർ നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അവാർഡ്. ചടങ്ങിൽ ഡോക്ടർ CTP അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V പരമേശ്വരൻ മുഖ്യാതിഥിയായി. കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഉമ്മർ കുട്ടി തോപ്പിൽ, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ M വിജയൻ, K അഷറഫ്, യൂനുസ് പെരികഞ്ചേരി, ഹിഫ്സ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ കൗമാരകലയുടെ വസന്തോത്സവം തീർത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊടിയിറങ്ങിയിരിക്കുകയാണ്. ഈ കലോത്സവത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും ഇത്തവണ മികച്ച നേട്ടമാണ് ഉണ്ടായത്. അപ്പീൽ വഴി പങ്കെടുത്ത സംഘനൃത്തത്തിലടക്കം 3 ഇനങ്ങളിലാണ് A ഗ്രേഡോടുകൂടി മാനവേദൻ സ്കൂൾ തിളക്കമാർന്ന നേട്ടം കരസ്ഥമാക്കിയത്. ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ സ്കൂളിനേക്കാൾ കൂടുതൽ മാർക്ക് നേടിയാണ് സംഘനൃത്തത്തിൽ വിദ്യാലയം A ഗ്രേഡ് കരസ്ഥമാക്കിയത്. അഞ്ജന അസ്ബിന്ദ്, അനന്യദേവ്, അഭിഷ്ണ, ആര്യരാജ്, കൃഷ്ണപ്രിയ, ആദ്രി കൃഷ്ണ, ആൽവിന വർഗീസ് എന്നീ വിദ്യാർത്ഥികളാണ് സംഘനൃത്തം അവതരിപ്പിച്ചത്. വൃന്ദവാദ്യത്തിലും വിദ്യാലയത്തിലെ ടീം A ഗ്രേഡ് സ്വന്തമാക്കി. യദു കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് വൃന്ദവാദ്യത്തിൽ ടീം പങ്കെടുത്തത്. ആദിത്യൻ KK, വിമൽ ദാമോദരൻ, ധ്യാൻ ദേവ്, ആദിത്യൻ S, ഡിയോൺ മനോജ്, ഹരിശാന്ത് എന്നീ കുട്ടികളാണ് വൃന്ദവാദ്യത്തിൽ പങ്കെടുത്തത്. വയലിൻ ഓറിയന്റൽ വിഭാഗത്തിലും യദു കൃഷ്ണനിലൂടെ മാനവേദൻ ഹയർ സെക്കൻഡറി വിഭാഗം നേട്ടം കൊയ്തു. വയലിനിലും വൃന്ദവാദ്യത്തിലും A ഗ്രേഡ് കരസ്ഥമാക്കിയ യദു കൃഷ്ണൻ സ്കൂളിന്റെ അഭിമാന താരമായി. സ്കൂളിന്റെ നേട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും PTA ഭാരവാഹികളും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. അപ്പോൾ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കി വരാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ മേഖലയിൽ ഗൃഹ സന്ദർശനം നടത്തി. സീറ്റ് വിഭജനത്തെക്കുറിച്ചോ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളോ ഇടതുമുന്നണിയിൽ ആരംഭിച്ചിട്ടില്ലെന്ന് M സ്വരാജ്. വിൽപ്പനയ്ക്കായി MDMA കൈവശം വെച്ച യുവാവ് അറസ്റ്റിൽ. മമ്പാട് സ്വദേശിയെയാണ് നിലമ്പൂർ അരുവാക്കോടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. അമരമ്പലം പഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് കുടിവെള്ള ടാങ്കുകൾ വിതരണം ചെയ്തു. ആദ്യഘട്ട വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് VP ആഫീഫ നിർവഹിച്ചു. പ്രിയ പ്രേക്ഷകരെ, ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Fashion ranging from ₹19 to ₹999. Atlas Fashion, now at Minerva Padi, Nilambur. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ
ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. Poppies Baby Skin Safe Dresses. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.